ശബരിമല സന്നിധാനത്ത് മാളികപ്പുറത്തിന് പിറകിലായിട്ടാണ് മണിമണ്ഡപമുള്ളത്. ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് മണിമണ്ഡപം. എന്താണ് മണിമണ്ഡപത്തിന്റെ പ്രാധാന്യം? ശബരിമല തന്ത്രി കാണ്ഡരര് രാജീവർ തന്നെ മണിമണ്ഡപത്തെക്കുറിച്ച് നമ്മോട് ഇപ്രകാരം പറയുന്നു. മണിമണ്ഡപത്തെക്കുറിച്ച് ഒരുപാട് തെറ്റായ കഥകൾ പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ദോഷകരമായ കാര്യം എന്ന് വെച്ചാൽ വരുന്നവരൊക്കെ ഓരോ കഥകളങ്ങ് മെനഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളത് വളരെ ദോഷകരമായ കാര്യമാണിത്. ഭസ്മാഭിഷിക്തമായി കിടക്കുന്ന സദാ കെടാവിളക്കരിയുന്ന മണിമണ്ഡപം അയ്യപ്പന്റെ ജീവസമാധിയാണെന്ന പ്രചാരണം ശക്തമാണ്. എന്നാൽ അങ്ങനെയല്ലെന്നാണ് തന്ത്രി പറയുന്നത്. അതൊരു മണിമണ്ഡപമാണ്. ആദ്യം അയ്യപ്പൻ ഇവിടെ ദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷം വന്നിരുന്ന ഒരു സ്ഥലം, വിശ്രമിച്ചൊരു സ്ഥലം. അതിനുശേഷമാണ് ശബരിമലയിൽ വന്ന് ശാസ്താവിഗ്രഹത്തിലോട്ട് വിലയം പ്രാപിച്ചത്. അതിനു മുമ്പ് വന്ന് ഇരുന്നു എന്നുള്ള ഒരു പ്രാധാന്യം മാത്രമേ ഉള്ളൂ. അതല്ലാതെ അത് സമാധി മണ്ഡപമല്ല, ജീവസമാധിയല്ല, യാതൊന്നുമല്ല. മകരവിളക്കിന് ശേഷം ശബരിമലയിലെ പ്രധാന ചടങ്ങുകളെല്ലാം നടക്കുന്നത് മണിമണ്ഡപം കേന്ദ്രീകരിച്ചാണ്. മകരം 1 മുതൽ 5 വരെ കളമ്പാട്ട് ഇവിടെ നടക്കും. അതിനുശേഷമാണ് എഴുന്നള്ളത്തും ഗുരുതി പൂജയുമെല്ലാം. അതിൻ്റെ അകത്ത് മകരവിളക്ക് കാലത്ത് കളമെഴുത്തും പാട്ട് നടത്തും. പലരും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് പലരും സമാധി മണ്ഡപമാണെന്ന്. അത് ഒരിക്കലും ഒരു സമാധി മണ്ഡപമല്ല. കളമെഴുത്ത് പാട്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള ശാസ്താസങ്കല്പത്തിന്റെ ഭാഗമായിട്ടാണ് കളമെഴുത്ത് പാട്ട്. അത് മകരവിളക്ക് തൊട്ട് 5 ദിവസം ഉണ്ടായിരിക്കും. ശബരിമലയുടെ ഐതിഹ്യം ഇവിടെ ചെമ്പ് തകിടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. പന്തളം രാജാവും രാജ്ഞിയും കുഞ്ഞിന് ഉണ്ടാകാൻ വേണ്ടി ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ആദ്യത്തെ തകിടിൽ ഉള്ളത്. പിന്നീട് ഈ മണ്ഡപത്തിനെ വലം വയ്ക്കുമ്പോൾ നമുക്ക് തുടർന്നുള്ള രൂപങ്ങൾ കാണാം. ഇവിടെ മോഹിനി സുതനായി ശിവന്റെയും മോഹിനിയുടെയും പുത്രനായി അയ്യപ്പൻ പിറവി കൊള്ളുന്നതിൻ്റെ ചിത്രം. അതിനുശേഷം പന്തളം രാജാവിന് അയ്യപ്പൻ ലഭിക്കുന്നതിൻ്റെ, മണികണ്ഠനെ ലഭിച്ചതിൻ്റെ ചിത്രം അതിവിടെ ആലേഖനം ചെയ്തിരിക്കുന്നു. തുടർന്ന് നമ്മൾ വലം വയ്ക്കുമ്പോൾ മറുവശത്താണ് മണികണ്ഠൻ ശസ്ത്രവിദ്യ അഭ്യസിക്കുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാനാവുക. തൊട്ടടുത്തതായിട്ട് പന്തളം രാജ്ഞിക്ക് കലശലായ തലവേദന ഉണ്ടാവുകയും തുടർന്ന് പുലിപ്പാൽ കൊണ്ടുവരണമെന്ന് മന്ത്രി കൊട്ടാരം വൈദ്യനെ കൊണ്ട് പറയിപ്പിക്കുന്നതിൻ്റെയും ആ ഐതിഹ്യത്തിൻ്റെ ചിത്രമാണ് നമുക്കിവിടെ കാണാനാവുക. അതിനുശേഷം ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് മഹിഷിയെ ഒന്ന് മോക്ഷം നൽകിയ അയ്യപ്പൻ്റെ ആ രൂപമാണ്. തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് പുലിപ്പാലുമായി രാജകൊട്ടാരത്തിലെത്തിയ അയ്യപ്പൻ്റെ ആ കഥയുടെ അല്ലെങ്കിൽ ആ ഐതിഹ്യത്തിൻ്റെ ചിത്രീകരണം ഇവിടെ കാണാം. തുടർന്ന് ഏറ്റവും അവസാനമായി നമ്മൾ വലം വെച്ച് ഇവിടെ മുൻഭാഗത്തേക്ക് എത്തുമ്പോൾ അയ്യപ്പൻ്റെ വിഗ്രഹം, അതായത് നമ്മുടെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന രൂപത്തിലുള്ള അയ്യപ്പ വിഗ്രഹവും അല്ലെങ്കിൽ അതിൻ്റെ രൂപവും നമുക്കിവിടെ കാണാൻ കഴിയും. ഇങ്ങനെയാണ് ഈ മണിമണ്ഡപത്തിന് ചുറ്റുമുള്ള പ്രധാനപ്പെട്ട കാഴ്ചകൾ. ശബരിമലയുടെ ഐതിഹ്യത്തെക്കുറിച്ചും മിത്തുകളെക്കുറിച്ചുമൊക്കെ ഒരുപാട് പ്രചരണങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായി സ്വീകരിക്കപ്പെടേണ്ടത് തന്ത്രി പറയുന്നത് തന്നെയാണ്. അതുകൊണ്ട് മണിമണ്ഡപത്തെക്കുറിച്ച് തന്ത്രി പറഞ്ഞത് നമുക്ക് അടിസ്ഥാനപരമായിട്ട് സ്വീകരിക്കാം. ഷിജു ചോപ്രയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.